വയനാട്ടിൽ ചെക്കന്റെ വീട്ടിലെത്തിയതും ഞാൻ അവിടത്തെ അംഗമായി മാറിയിരുന്നു. അങ്ങനെ കല്യാണം ഒരു കസിന്റെ കല്യാണം പോലെ കൂടി ആ ദിവസം പോയതറിഞ്ഞില്ല. എന്റെ സൗകര്യത്തിനൊത്ത് റൂമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ രാവിലെ ചായ കുടിക്കാനായി കൊട്ടാരത്തിലായിരുന്നു പോയത്. ആദ്യത്തെ ദിവസം പൂരിയും കടലക്കറിയും ഒക്കെ കഴിച്ച് രണ്ടാം ദിവസം ചെക്കന്റെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഷൂട്ടിനായി കാരാപ്പുഴ മെഗാ ടൂറിസത്തിലെത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത ശേഷം നേരെ ഓഡിറ്റോറിയത്തിലേക്ക്. നല്ല ലൈറ്റിങ്ങും സെറ്റപ്പും ആയിട്ടുള്ള ഇൻഡോർ സിറ്റിംഗ്. അങ്ങനെ ഫാമിലി ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഒക്കെയായി ഞാൻ പിന്നെ ബിസിയായി. 4 ദിവസം ഇവരുടെ കൂടെ തന്നെ ആയതുകൊണ്ട് എല്ലാവരുടെയും ഏകദേശം പേരുകളൊക്കെയും പഠിച്ചു. ഭക്ഷണം കഴിക്കലുമെല്ലാം അവരുടെ ഒപ്പം തന്നെയായിരുന്നു. ചൂട് പൊറോട്ടയും നെയ്പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെയായി ഞാൻ കഴിച്ചു. ഈ പരിപാടി കൂടി കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് ബിരിയാണി ഒന്നും കഴിക്കണമെന്ന് തോന്നിയതേയില്ല. പക്ഷെ ഈ ഒരു പപ്പായ അച്ചാറ് വാരിക്കോരി കഴിച്ചു. ചെക്കനെയും പെണ്ണിനെയും പെണ്ണിന്റെ നാട്ടിലേക്ക് യാത്ര അയക്കുമ്പോൾ എന്നെയും അവർ സങ്കടത്തോടു കൂടി യാത്ര അയച്ചു. ഒരു ഫാമിലി മെമ്പർ എന്ന പരിഗണന എനിക്ക് കിട്ടിയപ്പോൾ അതിലും വലിയ സന്തോഷം വേറെയില്ല. അങ്ങനെ വയനാട്ടിലെ ചുരങ്ങളൊക്കെ താണ്ടി ഞാനിതാ എന്റെ നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ കാലുകുത്താനുള്ള ഒരിടം മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് എത്താൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെ സീറ്റ് കിട്ടി. ആ കാലൊന്ന് നീട്ടിയിരുന്നപ്പോഴാണ് സമാധാനമായത്. ആ ബസ് യാത്രയിൽ 3 MR ഹൈപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടു. ബസ് സ്റ്റാൻഡ് എത്തി ഒരു ചായയും കുടിച്ച് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു. പോകുന്ന വഴിയിൽ കുട്ടികൾക്കായി അല്പം മധുരവും വാങ്ങി. അങ്ങനെ നേരെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക്. വിളിക്കാതെ വന്ന അതിഥിയെ പോലെ എന്റെ താത്തയും മകളും ഇവിടെ ഉണ്ടായിരുന്നു. അവൾക്കിതൊരു സർപ്രൈസ് ആയിരുന്നു. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഈ ആന്റി എങ്ങനെയാ ഇവിടെ എന്ന ചോദ്യമായി. നേരത്തിനും കാലത്തിനും എത്തുന്ന ഈ ട്രെയിൻ അന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി കിലോമീറ്ററുകൾ താണ്ടിയതിനു ശേഷം ചായയും തന്നു. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാസർഗോട്ടിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. ഞാൻ എന്റെ വഴിക്ക് പോയി, അവർ അവരുടെ വഴിക്ക് പോയി. പൂക്കളമൊക്കെ വരച്ച് സ്റ്റേഷൻ കളറാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ വിട്ട ശേഷമായിരുന്നു ഞാനൊരു കാര്യം അറിഞ്ഞത്. ആ ട്രെയിനിൽ ആസിഫ് അലിയും കൂടി ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, വീട്ടിലെത്തി. ഇനി ഏതായാലും കുളിച്ച് കിടക്കാം.